ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കാശിന് അവിടെ ട്രേഡ് ചെയ്യാം. ഓപ്ഷൻ ഇക്വിറ്റി ഓപ്ഷൻ ബൈക്ക് വരെ മാർജിൻ പ്രൊവൈഡ് ചെയ്യാണ് പണ്ടത്തെ തൊട്ട്. അപ്പോൾ ആളുകൾ അങ്ങോട്ട് പോവും, ഉറപ്പാണ്. ആൾക്കാർക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ആളുകൾ അങ്ങോട്ട് പോവും, അവിടെ ട്രേഡ് ചെയ്യും. ഇതിൻ്റെ ഇരട്ടി നഷ്ടം ആളുകൾ അവിടെ വരുത്തി വയ്ക്കും. കഴിഞ്ഞ ഒരു മാസമായിട്ട് സെബിയിൽ ഇതിനെക്കുറിച്ച് കൊടുമ്പിരി കൊണ്ടിട്ടുള്ള ഒത്തിരി ചർച്ചകൾ നടക്കുന്നുണ്ട്. F&Oയിലൊരു നിയന്ത്രണം ഉറപ്പായിട്ട് നമുക്ക് ഈ ബഡ്ജറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസർ ആരാണ്? Dream11 എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. Dream11 എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ഇറ്റ്സ് എ ബെറ്റിംഗ് ഗെയിം. ഓപ്ഷൻ ട്രേഡേഴ്സിന് ഓരോ ദിവസം കട്ടപ്പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 30% ടാക്സ് റൂള്, അതുപോലെ തന്നെ മാർജിൻ ഇൻക്രീസ് ചെയ്യുന്നു. ഇങ്ങനെ ഓപ്ഷൻ ട്രേഡേഴ്സിന് പണികൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെ ഇംപ്ലിമെൻ്റ് ആവും, ഏതൊക്കെ തള്ളിപ്പോവും, ഇനി ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്താണ് ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ, അല്ലേ? ഉറപ്പായിട്ടും, കാരണം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ഇംപ്ലിമെൻ്റ് ആവുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് തന്നെ ചേഞ്ചസ് നമ്മുടെ ട്രേഡിങ്ങിൽ വരുത്തണം. ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്ത് ചേഞ്ചസ് മാർക്കറ്റിൽ വരും, ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ആയാൽ എന്താണ് ഗുണം, ആർക്കാണ് ദോഷം, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിതിൻ കമ്പത്തിൻ്റെ ഒരു ട്വീറ്റാണ്. അദ്ദേഹം പറയുന്നത് ഇതൊക്കെ നിയന്ത്രിക്കണം, ഉറപ്പാണ്. ഇന്ത്യയിൽ വലിയ F&O ഓളിയാണ്, 10-9 ആൾ പരാജയപ്പെടുന്നുണ്ട്, ഇതൊക്കെ സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിയന്ത്രിക്കുകയാണ്. പക്ഷേ നിയന്ത്രിക്കുമ്പോൾ ഇപ്പുറത്തേക്കുള്ള ഗവൺമെൻറ് എന്തൊക്കെ അലൗ ചെയ്ത് കൊടുക്കുന്നു. Dream11 പോലെയുള്ള ഗെയിംസ് അലൗ ചെയ്ത് വലിയ രീതിയിൽ ഇന്ത്യയിൽ നടക്കുന്നു. ശരിയാണ്, 30% ടാക്സ് മേടിക്കുന്നുണ്ട്. ക്രിപ്റ്റോ F&O എക്സ്ചേഞ്ചുകൾ അലൗ ചെയ്യുന്നു. ക്രിപ്റ്റോയിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന എക്സ്ചേഞ്ചുകളെ ഇവിടെ അലൗ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓണാക്കി കൊടുത്തിട്ട് ഇപ്പോഴത്തെ ലീഗലായിട്ടുള്ള റെഗുലേറ്റ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചിനെ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്താൽ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? കേരളത്തിൽ ചാരായം നിർത്തിയ പോലെയാവും. കാരണം എന്താ സംഭവിച്ചു? ചാരായം നിർത്തുന്നു, എല്ലാ ആൾക്കാരും കള്ളവാറ്റിലോട്ടൊക്കെ പോകുന്നു, അല്ലെങ്കിൽ കഞ്ചാവിലോട്ടൊക്കെ. അതുപോലെ ഇവിടെ നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിലും അലമ്പായിട്ടുള്ള സ്ഥലത്തേക്ക് ആയിരിക്കും വരും. കാരണം F&O ചെയ്യണം, പെട്ടെന്ന് കാശുണ്ടാക്കാനായിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രേഡ്സ് ചെയ്ത് കാശ് കളയുക എന്നുള്ളത് റീറ്റെയിലേഴ്സിൻ്റെ ഒരു സംഗതിയാണ്. അപ്പോൾ അത് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം? അല്ല, അത് നിയന്ത്രിക്കണം, അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. പക്ഷേ അവർ കൂടുതൽ അൺറെഗുലേറ്റഡിലോട്ട് പോയി കഴിഞ്ഞാൽ, കൂടുതൽ നഷ്ടം വരുന്നതിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ 10-9 എന്നുള്ളത് 10-10 ആകാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവരുടെ ഡൗട്ട് തന്നെയാണ് ഈ 30% ടാക്സ് എന്ന് പറയുന്നത് വരാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അത് വരില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു വരാൻ ചാൻസസ് വെരി ലെസ്. കാരണം ഇതുപോലെ തന്നെ സെബി F&Oയുടെ ടൈം റെഗുലേറ്റ് ചെയ്യുന്നു എന്നൊരു ടൈം കൂട്ടുന്നു എന്നുള്ളൊരു ന്യൂസ് നടക്കുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെ ആയിട്ടില്ല. 30% റൂളും നമ്മൾ അറിയാൻ സാധിച്ചത് കഴിഞ്ഞ ഒരു മാസമായിട്ട് സെബിയിൽ ഇതിനെക്കുറിച്ച് വളരെ കൊടുമ്പിരി കൊണ്ടിട്ടുള്ള ഒത്തിരി ചർച്ചകൾ നടക്കുന്നുണ്ട്. F&Oയിലൊരു നിയന്ത്രണം ഉറപ്പായിട്ട് നമുക്ക് ഈ ബഡ്ജറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ 30% ടാക്സ്. ഒരു പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ആവില്ലായിരിക്കാം. ഇനി രണ്ടാമത്തെ എന്താണ്? ഒരു എക്സ്ചേഞ്ചിന് ഒരു എക്സ്പയറി. ഇപ്പോൾ എന്താ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളെല്ലാം എക്സ്പയറി ഉണ്ട്. അപ്പോൾ അത് നിയന്ത്രിച്ചുകൊണ്ട് ഒരു എക്സ്ചേഞ്ചിന് ഒരു എക്സ്പയറി. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇനി ബാങ്ക് നിഫ്റ്റി ഇല്ലാതെയാകാം, നിഫ്റ്റി മാത്രമാകാം NSE എന്ന് വരിക, സെൻസെക്സ് മാത്രമായിരിക്കാം BSE എന്ന് വരിക. അങ്ങനെ 2 ദിവസം മാത്രം എക്സ്പയറി വരികയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം 2019-2018 കാലഘട്ടങ്ങളിലെ മാർക്കറ്റിലോട്ട് പോകുന്നൊരു പോലെ ഇരിക്കും. അപ്പോൾ ആ ഒരു ദിവസം മാക്സിമം വോളിയം മാർക്കറ്റിൽ വരികയും നല്ല വോളറ്റൈലിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളത് എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ് പേഴ്സണലി. പക്ഷെ മറ്റു പലർക്കും അത് അങ്ങനെ ആയിരിക്കില്ല. കാരണം സെല്ലേഴ്സിന് 5 എക്സ്പയറി ഉള്ളത് ആക്ച്വലി നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സെല്ല് ചെയ്ത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. പക്ഷേ ബയ്യേഴ്സിന് നേരെ തിരിച്ചുമാണ്. ഒറ്റ എക്സ്പയറി ആ ഒരു ദിവസം വരെയൊക്കെ ഇരുന്ന് ട്രേഡ് ചെയ്താൽ മതിയല്ലോ, എല്ലാ ദിവസവും കുത്തിയിരിക്കേണ്ടല്ലോ എന്നുള്ളൊരു ഗുണമുണ്ട്. ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മാർജിൻ കൂട്ടി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ US നോക്കുകയാണെങ്കിൽ US ഓപ്ഷൻ ട്രേഡിംഗ് ഉണ്ടെങ്കിലും ഒരു അക്കൗണ്ട് സൈസിന് ഇത്ര ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ $25,000 അക്കൗണ്ട് 3 ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചെറിയ നിയന്ത്രണങ്ങളുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ പ്ലെഡ്ജ് ചെയ്ത അക്കൗണ്ടുകളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ പെൻഷൻ ഫണ്ടൊക്കെ പ്ലെഡ്ജ് ചെയ്യുന്ന അക്കൗണ്ട് ആണെങ്കിൽ അവർക്ക് ഷോർട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള അക്കൗണ്ടിന് ഷോർട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള പല നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ ചില നിയന്ത്രണങ്ങൾ ഒരു പക്ഷേ ഇന്ത്യയിൽ വന്നേക്കാം. അതായത് ഫോർ എക്സാമ്പിൾ 5 ലക്ഷം ഉള്ളവർക്ക് 5 ലക്ഷം ക്യാപിറ്റലുള്ള ആൾക്ക് മാത്രമാണ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ സാധിക്കൂ എന്നൊക്കെ നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് നല്ലതായിരിക്കും. കാരണം 10,000-5,000 ഒന്നും വെച്ച് ആരും പോയി ബൈ ചെയ്യില്ല. കാരണം സെല്ലിങ്ങിൽ അത്രയും ഒരു വോളിയം ട്രേഡേഴ്സ് സെല്ലിംഗ് ആണെങ്കിലും ബൈയിങ് ആണെങ്കിലും 5 ലക്ഷം രൂപ ക്യാപിറ്റൽ വേണം എന്ന് വന്നാൽ
അത് വളരെ നല്ല നിർദ്ദേശമായിരിക്കും. പിന്നെ മാർജിൻ കൂട്ടി വയ്ക്കാം. ഇപ്പോൾ ലോട്ട് സൈസ് ഇൻക്രീസ് ചെയ്തിട്ട് മാർജിൻ കൂട്ടി വയ്ക്കാം. കാരണം ചെറിയ പൈസയ്ക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഒഴിവാക്കി കിട്ടിയാൽ തന്നെ പലരും രക്ഷപ്പെട്ടു. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്, നമ്മൾ അക്സെപ്റ്റും ചെയ്യുന്നു. ഇതൊക്കെ വരണം എന്നാണ് ഞാനും പേഴ്സണലി പ്രതീക്ഷിക്കുന്നത്. കാരണം റീറ്റെയിലേഴ്സ് ഓപ്ഷൻസിന് മുമ്പ് ഇൻട്രാഡേ സ്റ്റോക്കോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ്സോ കൂടുതൽ ചെയ്ത് അവർ കുറച്ചുകൂടി പ്രോഫിറ്റബിളായി നിൽക്കാൻ ഒരു സാധ്യതയുണ്ട്. കാരണം സ്വിങ്ങിലൊക്കെ വളരെ മികച്ച മാർക്കറ്റാണ്, മാർക്കറ്റിൻ്റെ സ്റ്റെബിലിറ്റിക്ക് അതൊക്കെ വളരെ നല്ലതാണ്. അതിന് പകരം ഇവിടെ ഒരു കൊട്ടിയിട്ട് അൺറെഗുലേറ്റഡ് മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടി നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കൂടുതൽ ആൾക്കാർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യത. അല്ല, തീർച്ചയായും. കാരണം ഇവിടെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തലപൊക്കി തുടങ്ങും. ആളുകൾ കൂടുതൽ അതിലേക്ക് പോവുകയും അത് പിന്നീട് വൻ ദുരന്തമായിട്ട് മാറുകയും ചെയ്യും. കാരണം ഇവിടെ നടക്കുന്നതിനേക്കാൾ ഇരട്ടി ഒരു ദുരന്തം ഇപ്പം അപ്പൊ സിബിക്ക് കൈ കഴുകാല, ഇതൊന്നും ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല, ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് കൈ കഴുകാൻ അതായിരിക്കാം ഒരു പക്ഷേ. ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസർ ആരാണ്? ഡ്രീം 11 എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. ഡ്രീം 11 എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ഇറ്റ്സ് എ ബെറ്റിംഗ് ഗെയിം. ഇന്ത്യയിൽ 30% ടാക്സ് മേടിച്ചുകൊണ്ട് ഡ്രീം 11 അലൗഡാണ്. അതേപോലെ തന്നെയല്ല ഇപ്പോൾ CFD ട്രേഡിങ്, അതുപോലെ തന്നെ ക്രിപ്റ്റോ, F&O, ഇപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെയൊക്കെ ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള INR ചെയ്യാൻ സാധിക്കുന്ന അവരുടെ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തുകൊണ്ടാണ് നിതിൻ കമ്മത്തി ട്വീറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മൾ നമ്മുടെ ടെലിഗ്രാമിലൊക്കെ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ള അൺറെഗുലേറ്റഡ് ഇപ്പുറത്ത് വെച്ച് കൊടുത്തുകൊണ്ട് ഇവിടെ റെഗുലേറ്റ് ചെയ്യും, ഇവിടെ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റിസ്ക് എടുക്കുന്ന ആൾക്കാർ, ഇപ്പോൾ മദ്യം കഴിക്കുന്ന ആൾക്കാർ മദ്യം കഴിക്കാൻ എവിടെ നിന്നെങ്കിലും പോവും എന്ന് പറഞ്ഞതുപോലെ ഓപ്ഷൻ ട്രേഡിൽ ഓവർ റിസ്ക് എടുക്കുന്ന ആൾക്കാർ ഇതല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോകും. ഇത് മാത്രമല്ല, ദുബായ് ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ബേസ് ചെയ്തിട്ടും ഇന്ത്യനെ ബേസ് ചെയ്യുന്ന CFD ഡപ്പ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഹ്യൂജ് മാർജിൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കാശിന് അവിടെ ട്രേഡ് ചെയ്യാം. ഇക്വിറ്റി ഓപ്ഷൻ ബൈക്ക് വരെ മാർജിൻ പ്രൊവൈഡ് ചെയ്യാണ് പണ്ടത്തെ തൊട്ട്. അപ്പോൾ ആളുകൾ അങ്ങോട്ട് പോവും, ഉറപ്പാണ്. ആൾക്കാർക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ആളുകൾ അങ്ങോട്ട് പോവും, അവിടെ ട്രേഡ് ചെയ്യും. ഇതിൻ്റെ ഇരട്ടി നഷ്ടം ആളുകൾ അവിടെ വരുത്തി വയ്ക്കും. അതിനെയാണ് നിയന്ത്രിക്കേണ്ടത്. ഇതിനെ നിയന്ത്രിക്കേണ്ടത് നല്ല രീതിയിലാണെങ്കിൽ അപ്പുറത്ത് ഇതിൻ്റെ ഡബിൾ അവിടെ പൂട്ടിയിട്ട് വേണം ഇവിടെ നിയന്ത്രിക്കാൻ. ഇല്ലെങ്കിൽ ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ ഈ ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് നാളായില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ മാത്രം ഇത്രയും റെഗുലേഷൻസ് കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കുന്നത്? കാരണം വോളിയം കൂടിയതുകൊണ്ട് തന്നെയാണ്. എല്ലാ കാലത്തും എല്ലാ എക്സ്ചേഞ്ചുകളും മെച്യൂർ ആകുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാറുണ്ട്. കാരണം അത് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റോക്കുകളുടെ ഒരു സ്മൂത്ത് ഗ്രോത്തിന് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഇന്ത്യയിലെ പ്രശ്നം എന്താണ്? ഇന്ത്യയിൽ 1 രൂപയാണ് ഡെലിവറി ട്രേഡ് നടക്കുന്നതെങ്കിൽ F&Oയിലും ഫ്യൂച്ചറിലും ട്രേഡ് നടക്കുന്നത് 100 രൂപയാണ്. 1:100 റേഷ്യോയിലാണ് ട്രേഡ് നടക്കുന്നത്. ഇതൊരിക്കലും നല്ലൊരു പ്രൊസീജിയറല്ല. ഇന്ത്യ മാർക്കറ്റ് വേൾഡിലെ 4th മാർക്കറ്റാണെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റ് വേൾഡിലെ 1st മാർക്കറ്റാണ്. അപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്യാനാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ മണി സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ മണി ഇന്ത്യയിലെ ഇക്വിറ്റികളിൽ സേവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇതിന് നന്നായിട്ട് ഗ്രോ ചെയ്യില്ലേ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം റീറ്റെയിലേഴ്സ് ഒത്തിരി മേഖലയിലോട്ട് കടന്നു വരികയും പലരും ഇൻവെസ്റ്റ് ചെയ്ത് വലിയ ലാഭം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് കുറേ ആൾക്കാർ F&Oയിൽ അതിനേക്കാൾ കൂടുതൽ നഷ്ടം വരുത്തുന്നുണ്ട്. ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി പല ഇൻഫ്ലുവൻസേഴ്സും അതിനൊരു കാരണം കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൂടുതൽ ആൾക്കാർ F&Oയിൽ അട്രാക്റ്റ് ചെയ്യാൻ എളുപ്പം F&O പ്രൊമോട്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ഒരു പ്രൊമോഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും F&Oൻ്റെ ഒരു ഫീവർ കുറയ്ക്കുകയും ചെയ്താൽ അത് ഇന്ത്യൻ മാർക്കറ്റിന് വളരെ നല്ലതാണ്. അപ്പോൾ അതായിരിക്കണം സെബി നോക്കുന്നത്. പക്ഷെ എൻ്റെ കൺസേൺ അപ്പുറത്ത് തുറന്നിട്ട് കൊടുക്കുകയാണ് വാതിൽ. സെബിക്ക് സെബിക്ക് അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, അവരെന്തെങ്കിലും കാണിക്കട്ടെ, ഞാൻ അതിൻ്റെ ഒന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ്റെങ്കിലും ഏറ്റെടുക്കണ്ടേ? ശരിയാണ്, നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നിർമ്മല സീതാരാമൻ തീരുമാനിക്കുന്നതാണ്, ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിക്കുന്നതാണ്, സെബി തീരുമാനിക്കുന്നതാണ്. നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ പോകും. ഉറപ്പാണ്, നമ്മൾ നടപ്പാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പോകും എന്നുള്ളതാണ്. അതായത് നാട് ഓടുമ്പോൾ നടുക്കി ഓടിയേ പറ്റത്തുള്ളൂ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളത് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ദുബായ് ബേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ നന്നായിട്ട് ട്രേഡ് ചെയ്യുന്നത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മാർക്കറ്റിലും ട്രേഡിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന റിസർച്ചുകളും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ടീം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ചേഞ്ചസ് വരുമ്പോൾ പലപ്പോഴും എന്താ പറയുക, നമ്മളുടെ ആ ഒരു പ്രോഫിറ്റബിലിറ്റീനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളതിനെ ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ നല്ല മാറ്റങ്ങൾ, ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് സ്വാഗതം ചെയ്യാം. അതുകൊണ്ടൊരു പ്രശ്നമില്ല. ഇങ്ങോട്ട് ബഡ്ജറ്റിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു
ഡിസ്കഷൻ വരാനും എന്തെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ലൈക്ക് എനിക്ക് തോന്നുന്നു ഒറ്റ എക്സ്പയറി ഡേ ആക്കുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ മാർജിൻ കൂട്ടി വെച്ചാലും ഒരുവിധം റീറ്റെയിലേഴ്സിൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ കുറയ്ക്കാൻ പറ്റും. പിന്നെ 30% ടാക്സ് റൂൾ അത് വരണ്ടായെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് Accept ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളാണ്. അത് വരുന്നത് നമുക്ക് നല്ലതാണ്. ഈ കാശ് കളയുന്ന ആൾക്കാർ കാശ് കളയാതിരിക്കാനും വളരെ, പക്ഷെ അത് പറയില്ല, ഈ പറഞ്ഞാൽ അവർ ഫോറക്സ് ക്രിപ്റ്റോ എന്നൊക്കെ പറഞ്ഞ് പല വഴിക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് ഇതിൽ നിലനിൽക്കാൻ. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പായി കഴിഞ്ഞാൽ അത് മാർക്കറ്റിന് മൊത്തത്തിൽ ചിലപ്പോൾ പോസിറ്റീവ് ആകുകയും ബട്ട് ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ച് അതുപോലെ തന്നെ ബ്രോക്കർ ഷെയറുകൾ ഒരു ചെറിയ ഇടിവ് സംഭവിക്കും. ഇപ്പോൾ BSEയുടെ സ്റ്റോക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ ബ്രോക്കറിൻ്റെ സ്റ്റോക്കുകളാണെങ്കിലും ഇവരുടെയൊക്കെ ലിസ്റ്റഡ് സ്റ്റോക്കുകളിൽ ചെറിയൊരു ഇടിവ് സംഭവിക്കാനൊരു സാധ്യത, കാരണം ഇവരുടെയൊക്കെ ഇൻകത്തിന് അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതൊന്നും വരാതിരിക്കാനായിട്ട് ബ്രോക്കേഴ്സ് മാക്സിമം ശ്രമിക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിറ്റി വരും എന്ന് തന്നെയാണ് തോന്നുന്നത്. 23-ാം തീയതി ബഡ്ജറ്റാണ്, കൂടുതൽ സംസാരിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ വരും, അതനുസരിച്ച് നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് F&O മാർക്കറ്റിൽ എടുക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.